ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2044. ഇന്ന് ഓഗസ്റ്റ് മാസം 5-ാം തീയതി, 217-ാമത്തെ ദിവസത്തിലെത്തി. യേശു പറഞ്ഞതാണ്, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു, അത് കുറച്ചുപേരോട്. നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല, അത് ഭൂമിയിലെ ഭൂരിപക്ഷം പേരോട്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ പുലരിയിലെ വിചാരങ്ങളുടെ തുടർച്ച തന്നെയാണ്. ഏതെല്ലാം തടവറയുടെ ഉള്ളിലാണ് ഓരോരുത്തരും അകപ്പെട്ടു പോയിട്ട്, സ്വയം ഓരോരുത്തരെയും അടച്ചിട്ടിരിക്കുന്നത്. പല 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 കെണികൾക്കകത്താണ്. അതിലേറ്റവും വലുത് അഹംബോധം തന്നെയാണ്, അഹന്ത തന്നെയാണ്. സ്വയം തിരിച്ചറിയാനോ അംഗീകരിക്കാനോ പറ്റാത്ത വിധം പെട്ടുപോവുകയാണ്. അത്രമാൽ വിശാലവും എണ്ണമറ്റതുമാണ് ഈ അഹബോധത്തിന്റെ തടവറകൾ. ഒരു ന്യായീകരണത്തിൽ നിന്ന് മറ്റൊരു ന്യായീകരണത്തിലേക്ക് മനസ്സ് തെന്നി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ നീണ്ട പരിശ്രമം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. മരണം വരെ ചിലപ്പോ പോരാടിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇങ്ങനെ തടവറയുടെ അകത്തായ കുറെ മനുഷ്യരെ കുറിച്ച് വേദം പറയുന്നുണ്ട്. ആദ്യ മനുഷ്യൻ മറഞ്ഞു നിൽക്കുന്ന മരം അതിലൊന്നാണ്, മറഞ്ഞു നിൽക്കുകയാണ്. പാപം തീർക്കുന്ന ഭയത്തിന്റെയും അപകർഷബോധത്തിന്റെയും കുറ്റബോധത്തിന്റെയും ഒക്കെ തടവറ അനുഭവത്തിന്റെ പ്രതീകമാണ്. അസൂയയുടെ തടവറയിൽപ്പെട്ടുപോയ ഒരു ചേട്ടനെ രക്ഷിക്കാൻ ദൈവം നൽകുന്ന മുഴുവൻ മുന്നറിയിപ്പുകളും പാഴായി പോകുന്നുണ്ട്. കായന്റെ സന്നിധിയിലാണ്, ഹാബേലുമായി ബന്ധത്തിൽ. വീണ്ടും അഹന്തയുടെ തടവറയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയൊരു പിന്നെ ഒത്തുകൂടുന്നത് ബാബേൽ ഗോപുരം നിർമ്മിക്കാനാണ്. ഒരു പാത്രം പായസത്തിന് പോലും ഒരുവിനെ തടവിലാക്കാമെന്ന് ഏശാവ് തെളിയിക്കുന്നില്ലേ? പുത്രസ്നേഹത്തിന്റെ തടവറയ്ക്കുള്ളിലായി പോകുന്ന മാതാപിതാക്കന്മാരുമുണ്ട് വേദം നിറയെ. അധികാരത്തിന്റെ ആസക്തിയിൽപ്പെട്ടു പോകുന്ന രാജാക്കന്മാരുണ്ട്. അസൂയയിൽ കുടുങ്ങിപ്പോകുന്ന സഹോദരങ്ങളുണ്ട്. എല്ലാവരും ഇടകലർന്ന് വേദഗ്രന്ഥത്തിലുടനീളം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മിസ്രൈമിലെ അടിമത്തവും ബാബിലോൺ അടിമത്തവുമൊക്കെ ഒരു ജനതയ്ക്കാകെ സംഭവിച്ചു പോയ അപജയത്തിന്റെ സൂചനകളുമാണ്. സുവിശേഷങ്ങളിലും പൈശാചിക അടിമത്തങ്ങളിൽ അകപ്പെട്ടവരെ കുറിച്ച്, ധനാസക്തിക്ക് അടിമപ്പെട്ടവരെ കുറിച്ച്, പാപത്തിന് ഇടർച്ചകൾക്ക് അടിമപ്പെട്ടവരെ കുറിച്ച് ഒരുപാട് സൂചനകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിനെ എങ്ങനെയാണ് സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നത്? ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാനായിട്ട്. തീർച്ചയായിട്ടും യേശു സന്നിധിയില് നമുക്ക് ഒരു വിമോചനത്തിനായിട്ട്, ഒരു സ്വസ്ഥതയ്ക്കായിട്ട്, ഒരു സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. ഒപ്പം തടവറയുടെ ഉള്ളിൽ അകപ്പെട്ടു പോയവരോട് കുറെ കൂടി അനുഭാവവും കരുണയുമാവാം, അവരെ വീണ്ടെടുക്കുന്നതിനും രക്ഷിക്കുന്നതിനും വേണ്ടി. പ്രാർത്ഥനയോടുകൂടി ആമേൻ.